പാഠം 248. നിയമത്തിന്റെ ഓരോ വഴികൾ. ഹലോ, അതെ സത്യഭാമയാണ്. അതെ, ആ കേസ് ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുക. അയ്യോ, അതൊന്നും ആലോചിക്കണ്ട, നിങ്ങളങ്ങ് വന്നാ മതി. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ശരി. എന്താണ് നീ ശരിയായിക്കോളാന്ന് പറഞ്ഞ കേസ്? സാധാരണ കേസ് തീരുമാനിക്കുന്ന ജഡ്ജിമാരാണ്. വക്കീലന്മാര് വിചാരിച്ചാലും പലതും നടക്കും. ഒരു സാക്ഷിയുടെ മൊഴി പ്രശ്നമാണ്. അത് പക്ഷേ ഞാൻ വിചാരിച്ചാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഭാമേ, നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ പോലുള്ള വക്കീലന്മാർ സാക്ഷികളെ സ്വാധീനിക്കുമ്പോ നിയമം ജയിക്കുമായിരിക്കും, പക്ഷേ നീതി പരാജയപ്പെടുകയാണ്. പറയുന്ന കേട്ടാൽ മോഹനേട്ടന് ഈ നിയമത്തിലൊക്കെ വലിയ പിടിപാടാണെന്ന് തോന്നൂലോ. ഇന്ത്യൻ പീനൽ കോഡ് വായിച്ചിട്ടുണ്ടോ മോഹനേട്ടൻ? ഇല്ല. ക്രിമിനൽ പ്രൊസീജിയർ വായിച്ചിട്ടുണ്ടോ? അതും ഇല്ല. ഇതൊന്നും വായിക്കാതെ എന്ത് നിയമം പഠിക്കാനാ? ഭാമേ, ഈ നിയമം എന്ന് പറയുന്നത് വക്കീലന്മാർ കോടതിയിലിട്ട് തട്ടിക്കളിക്കുന്നത് മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ നിയമങ്ങളാണ്. ആ നിയമം അനുസരിച്ചിട്ടാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത്, പുഴകൾ ഒഴുകുന്നത്, മരങ്ങൾ വളരുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ നിന്റെ നിയമത്തിൽ എന്ത് അർത്ഥാടിയുള്ളത്? പ്രപഞ്ചത്തിന്റെ നിയമം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് നമ്മൾ മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളെ പറ്റിയാണ്. അത് ഞങ്ങൾ വക്കീലമാർക്കേ അറിയൂ. ആര് പറഞ്ഞു? ഒരു വസ്തു പോക്കുവരവ് ചെയ്യാൻ ചില നിയമങ്ങളുണ്ട്, അറിയോ? ഇല്ല. കൈവശാവകാശ സർട്ടിഫിക്കറ്റോ ജാതി സർട്ടിഫിക്കറ്റോ കൊടുക്കണമെങ്കിൽ നിയമമുണ്ട്. വല്ലതും അറിയാമോ? ഇല്ല. എടീ, നിയമം എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജോലി കൃത്യമായി നടത്താനും നീതി ഉറപ്പാക്കാനും നിയമം ഉപയോഗിക്കുന്നു. നിന്നെപ്പോലുള്ള വക്കീലന്മാർ വയറ്റിപ്പഴപ്പിനായി നിയമം ഉപയോഗിക്കുന്നു. ആ വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ. ഒരു നിയമപണ്ഡിത വന്നിരിക്കുന്നു, അഹങ്കാരി. സ്വയംപ്രഭ ഒരാഴ്ച ലീവായതിന്റെ പേരിൽ കഷ്ടപ്പെട്ടത് മുഴുവൻ ഞാനാ. ആകെയുള്ളത് നമ്മൾ രണ്ടുപേരും. ഒരാള് ലീവാണെന്ന് പറഞ്ഞ അപേക്ഷയ്ക്ക് വല്ല കുറവുണ്ടോ? ഒരു നിവൃത്തിയില്ലാത്തോടെ കാഞ്ഞന സാറേ ലീവ് എടുത്തത്. അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ മോഹനേഷ സാറിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രഭ ലീവായത് കൊണ്ട് ഒരു അപേക്ഷ താമസിച്ചാലേ എന്റെ നെഞ്ചത്ത് കയറാൻ വരും ആ കടുവ. പ്രഭ ലീവായത് നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമല്ല, അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കണമെന്ന്. സാധാരണ പുറത്തുനിന്ന് ഒരാൾ വന്ന് വഴക്കുണ്ടാക്കിയ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കും. ഇത് അങ്ങനെയല്ലല്ലോ. ഒരു തർക്കം വന്ന മോഹനേഷ സാറ് പുറത്തുനിന്ന് വരുന്ന ആളുടെ കൂടെ കൂടും. ഇത് ആഫീസർ കൂടെ കൂടി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആളുടെ ശൗര്യം കൂടായിരിക്കോ? സത്യത്തിൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു സ്ഥലമാറ്റം കിട്ടണേ എന്ന്. അതിപ്പോ ഏതെങ്കിലും ഓണം കേറാൻ മൂലയിലേക്കാണേലും വേണ്ടില്ല. ഈ ജയിലിൽ കിടക്കുന്നതിനേക്കാളും ഭേദാണല്ലോ ഏതെങ്കിലും കോട്ടി കിടക്കുന്നത്. സാർ, ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തന്നിരുന്നു. എന്ന്? കഴിഞ്ഞ വ്യാഴാഴ്ച. ഇന്ന് വന്ന സർട്ടിഫിക്കറ്റ് തരാന്ന് ഓഫീസർ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ? ഇനി വന്നേ, അതൊക്കെ ശരിയാക്കണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. സാറേ, എനിക്ക് മൈസൂരിലാണ് ജോലി. ഇന്ന് സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോവാതെ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഇനി ഒരു ദിവസം കൂടി മൈസൂരിൽ നിന്ന് ഇവിടം വരെ ലീവ് എടുത്ത് വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എളുപ്പമല്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അങ്ങ് മൈസൂർ കൊണ്ടുതരാം. അല്ല, അങ്ങനെ ചെയ്യാൻ വകുപ്പുണ്ടോ പ്രൊഫസറെ? പിന്നെ ഒരു അത്യാവശ്യം വന്ന് അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. എന്റെ ചേട്ടാ, കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച തന്ന അപേക്ഷ പോലും തീരുമാനമാവാതെ ഇരിക്കുമ്പോഴാ ചേട്ടന്റെ ഒരു ധൃതി. ഇത് മുഴുവനും പരിശോധിച്ച് എഴുതിയുണ്ടാക്കണ്ടേ? നാട്ടിലെ ചേട്ടന് മാത്രമല്ല സർട്ടിഫിക്കറ്റ് തരേണ്ടത്. ചേട്ടൻ ഇന്നത്തെ വണ്ടിക്ക് മൈസൂർക്ക് വിട്ടോ. അവിടെ പോയി ജോലിയൊക്കെ ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കും. അടുത്ത ക്രിസ്മസിന് ലീവ് കിട്ടുമല്ലോ, അപ്പം ഇല്ല സർട്ടിഫിക്കറ്റ് അപ്പം എഴുതി വെച്ചേക്കാം. അതിന് 2 മാസമില്ലേ? അപ്പോഴേ നടക്കൂ. ചേട്ടൻ ചെല്ല്. ഇനിയും ചേട്ടൻ ഇത് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ വിഷുവിന് കൊടുക്കാന്ന് പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റ് ഇന്ന് പോലും കൊടുക്കാൻ പറ്റില്ല. കേട്ടോ കാഞ്ചന സാറേ, സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു പാടുമില്ലാന്ന് നാട്ടുകാർക്ക് തോന്നിയാല് നമുക്ക് പിന്നെ എന്താ വില? ഇപ്പൊ സാറേ എന്ന് വിളിക്കുന്നവൻ ഒരക്ഷരം മാറ്റി വിളിക്കും. അവനൊരക്ഷരം മാറ്റാൻ ബുദ്ധിമുട്ടില്ലല്ലോ.
നമസ്കാരം സർ. നമസ്കാരം. എന്താണ് കാര്യം? എൻ്റെ പേര് ഗോവിന്ദൻ. ഒരു സർട്ടിഫിക്കറ്റിനായിട്ട് വന്നതാ. കഴിഞ്ഞ ആഴ്ച ഒരു അപേക്ഷ വന്നപ്പോൾ സാറ് പറഞ്ഞു ഇന്ന് വന്നാൽ മതി എന്ന്. എന്നിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? ഇല്ല. എന്ത് സർട്ടിഫിക്കറ്റ് ആണ്? കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. എന്താ കിട്ടാത്തത്? സമയം എടുക്കുമെന്ന്. അടുത്ത ക്രിസ്മസിന് വരാൻ പറഞ്ഞു. ക്രിസ്മസിനോ? ഈ ക്രിസ്മസും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തമ്മിൽ എന്താ ബന്ധം? അറിയില്ല സർ. താങ്കൾ എന്നാണ് അപേക്ഷ കൊടുത്തത്? കഴിഞ്ഞ വ്യാഴാഴ്ച. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. താങ്കളോട് ഇരിക്കും, ഞാൻ വിളിക്കുമോ? ശരി സർ. അവിടെ ഇരുന്നോ.